ഹലോ ഓൾ, ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് സേവ ചാറ്റ്ബോട്ട്, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ, ലോക് അദാലത്ത്, ILO, പ്രൊജക്ട് ടൈഗർ ആൻഡ് പ്ലേസസ് ഇൻ ന്യൂസ് വെനിസുല. ഹലോ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് സെബി ലോഞ്ചസ് ചാറ്റ്ബോട്ട് സേവ ഫോർ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നോക്കുവാണെങ്കിൽ എന്താണ് സേവ. സേവ ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നത് സെബി ആണ്. സെബി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. സേവയുടെ ഒരു ഫുൾ ഫോം വരുന്നത് സെബീസ് വെർച്വൽ അസിസ്റ്റന്റ് ആണ്. സോ ബേസിക്കലി ഇതൊരു കോൺവെർസേഷൻ പ്ലാറ്റ്ഫോം ഫോർ ഇൻവെസ്റ്റേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് കോൺവെർസേഷൻ പ്ലാറ്റ്ഫോം ആണ്. ആർക്ക് വേണ്ടിയാണ്? ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയാണ്. ഓക്കെ, സോ ഇതിന്റെ ഇപ്പൊ കറന്റ് ബേറ്റ വെർഷൻ ഹോൾഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റഡ് റെസ്പോൺസ് ഉണ്ട്, സ്പീച്ച് ടു ടെക്സ്റ്റ് ഉണ്ട്, ആൻഡ് ടെക്സ്റ്റ് ടു സ്പീച്ച് ഫംഗ്ഷനാലിറ്റി ഉണ്ട്, ആൻഡ് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയും കൂടി ഉണ്ട്. സോ ദീസ് ആർ ദ കറന്റ് ഫംഗ്ഷനാലിറ്റീസ് ഓഫ് ദ ബേറ്റ വെർഷൻ. ഇപ്പോ സെബി ഇറക്കിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, ഇപ്പൊ കറന്റ്ലി സെക്യൂരിറ്റീസ് മാർക്കറ്റ്, മാസ്റ്റർ സർക്കുലേഴ്സ്, ഗ്രീവൻസ് റിഡ്രസൽ പ്രോസസ് എന്നുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജനറൽ ഇൻഫർമേഷൻ ആണ്, അതിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസിനുള്ള ജനറൽ ഇൻഫർമേഷൻ ആണ് ഈ ചാറ്റ് ബോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നീട് ഉപയോഗിക്കുന്ന ആൾക്കാർ, യൂസേഴ്സ് ബേസ്ഡ് തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് അഡീഷണൽ ഏരിയാസിൽ ചേഞ്ചസ് വരുത്തുന്നു എന്നാണ് സെബി പറഞ്ഞേക്കുന്നത്. സോ ഇത് പേജ് നമ്പർ 13 വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇപ്പോൾ ഇത് ആരാണ് ഇറക്കുന്നത്, എന്തിനു വേണ്ടിയാണ്, ആരാണ് ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്, ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇത് ഇമ്പോർട്ടന്റ് ആയി മാറുന്നു. ഓക്കെ, നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക് പേജ് നമ്പർ 10 ഓഫ് ദി ഹിന്ദു. അവിടെ പറയുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അപ്രൂവ്സ് അമെൻമെന്റ് ടു MQ-9B UAV ഡീൽ വിത്ത് US. സോ ബേസിക്കലി നമ്മുടെ ഇന്ത്യ US ആയിട്ട് റീസെന്റ് ഒരു ഡീൽ സൈൻ ചെയ്തായിരുന്നു. അത് MQ-9B UAV, അതായത് ഡ്രോണുകളെ സംബന്ധിച്ചുള്ള ഡീലാണ്. ആ ഡീലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുക എന്ന് പറഞ്ഞുള്ള ഒരു ചേഞ്ചസ്, അതായത് ആ ന്യൂസ് ആണ്, ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ നോക്കുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിനെ കുറിച്ചാണ്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. സോ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുമ്പോൾ, സോ ബേസിക്കലി നമ്മുടെ പോസ്റ്റ് കാർഗിൽ വാർ കഴിഞ്ഞപ്പോൾ 1999 നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനല് കുറച്ച് റെക്കമെൻഡേഷൻസ്, ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു. ആ റിപ്പോർട്ടിന്റെ പേരാണ് റിഫോമിംഗ് ദ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം. ഈ റിപ്പോർട്ടിന്റെ ബേസിസിലെ അടിസ്ഥാനത്തിലാണ് 2001 നമ്മൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഫോം ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ഒരു കോമ്പസിഷൻ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കോമ്പസിഷൻ നോക്കുവാണെങ്കിൽ ബേസിക്കലി ഇത് ഹെഡ് ചെയ്യുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ വി ഹാവ് മെമ്പേഴ്സ് ഫ്രം ദി ആം ഫോഴ്സസ്, അതായത് ആർമി, നേവി എന്നുള്ള മെമ്പേഴ്സ്, അതുപോലെ തന്നെ മെമ്പേഴ്സ് ഫ്രം ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് അതർ റെലവെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇതാണ് ഇതിന്റെ ഒരു കോമ്പസിഷൻ. സോ ഇതിന്റെ ഒരു ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിഫൻസ് സെക്ടറിനെ സംബന്ധിച്ച് അതിലെ ആംഡ് ഫോഴ്സസിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ്, അതായത് ആംഡ് എക്യുപ്മെന്റ്സിന്റെ പ്രൊക്യൂർമെന്റ്, അതിന്റെ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നതിനാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ മേജർ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. നമ്മളത് ഫങ്ഷൻസിൽ കാണുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഫങ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാം. സോ ഫേസ്റ്റ്ലി ഇറ്റ് ഇസ് ദ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി വിത്ത് റിലേറ്റഡ് ടു ദ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് എയ്പെക്സ് ബോഡിയാണ്. ഓൾസോ ഇറ്റ് ഹാസ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി ആയിട്ട് അവര് ഒരു ലോങ് ടേം ഇന്റഗ്രേറ്റഡ് പെർസ്പെക്റ്റീവ് പ്ലാൻ, LTIPP എന്ന് പറഞ്ഞൊരു പ്ലാൻ, അതിന്റെ അപ്രൂവലും ഇവരാണ് കൊടുക്കുന്നത്, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. പിന്നെ വേറെ ഒരു കാര്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, ഇറ്റ് ഓൾസോ ഡസ് ദ കാറ്റഗറൈസേഷൻ ഓഫ് അക്വിസിഷൻ പ്രപ്പോസൽസ്. ഫോർ എക്സാമ്പിൾ ചില നമ്മൾ ആംഡ് എക്യുപ്മെന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അക്വിസിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ ഒരു കാറ്റഗറൈസേഷൻ. ഒന്ന് അത് ബൈ ആൻഡ് മേക്ക് ആവാം, ബൈ ആവാം, മേക്ക് ആവാം. സോ ഇതിന്റെ ഒരു കാറ്റഗറൈസേഷൻ ചെയ്യുന്നത് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ്. പിന്നെ ഇവിടെ കാണാം നമുക്ക് ഇറ്റ് ലുക്സ് ഇൻ ടു ഇഷ്യൂസ് റിലേറ്റഡ് ടു സിംഗിൾ വെൻഡർ ക്ലിയറൻസ് and also transfer of technology under buy and make category acquisition proposals. പിന്നെ ഇതിന്റെ ഈ ഡിഫൻസ് ആം എക്യുപ്മെന്റ്സിന്റെ ഒരു ഫീൽഡ് ട്രയൽ എവാലുവേഷനും
ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക് നമുക്ക് കാണാം ഇവിടെ പേജ് നമ്പർ 10 സുപ്രീം കോർട്ട് ബിഗിൻസ് വീക്ക് ലോങ് ലോക് അദാലത്ത് ഡ്രൈവ്. സോ നമ്മളിവിടെ പഠിക്കുന്നത് ലോക് അദാലത്തിനെ കുറിച്ചാണ്. സോ ലോക് അദാലത്തിനെ കുറിച്ച് നിങ്ങൾ പൊളിറ്റിയിൽ പഠിക്കുന്നതാണ്. സോ ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ആണ്. സോ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സാധാരണമായിട്ട് തർക്കങ്ങളും ഇഷ്യൂസും എല്ലാം നമ്മൾ കോർട്സിലാണ് ബേസിക്കലി നമ്മളത് പരിഹരിക്കുന്നത്. പക്ഷെ ഇതല്ലാതെ നമുക്ക് ഇവിടെ ലോക് അദാലത്ത് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. സോ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കേസുകൾ, പെറ്റി കേസുകൾ, അതുപോലെ തന്നെ വേറെ അതർ കൈൻഡ് ഓഫ് കേസുകളൊക്കെ നമ്മളിപ്പോൾ കോർട്ടിൽ പരിഹരിക്കാൻ നോക്കുവാണെങ്കിൽ അവിടെ ഒരു ബാക്ക്ലോഗ് വരാൻ സാധ്യതയുണ്ട്. ബാക്ക്ലോഗ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ, കുറെ കേസുകൾ കോർട്ടിന്റെ മുന്നിൽ പെൻഡിങ് ആയിട്ട് വരുന്നതാണ്. പെൻഡിങ് ആയിട്ട് വരുമ്പോൾ അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അവിടെ ഒരു 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 ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ട് ജസ്റ്റിസ് നമുക്ക് അറ്റ് ദ റൈറ്റ് ടൈം നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ഒരു പരിഹരിക്കാൻ വേണ്ടി തന്നെ മിക്ക കേസുകൾ പ്രീ ലിറ്റിഗേഷൻ സ്റ്റേജിൽ, അതായത് അതുപോലെ തന്നെ കേസുകൾ കോർട്ടിൽ എത്തുന്നതിന് മുന്നേ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടി, അതായത് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ അദാലത്ത് എന്ന് പറയുന്നത്. ഈ അദാലത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി നമ്മുടെ രാജ്യത്ത് കോർട്ടുകളൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉള്ള ഒരു സംവിധാനമാണ് ബേസിക്കലി. സോ ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ്, അതായത് ഒരു ലീഗൽ ബാക്കിംഗ് കിട്ടിയത് 1987 പാർലമെന്റ് ഒരു ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കിട്ടിയത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഞാൻ പറഞ്ഞു ചില കേസുകൾ വിൽ ഗോ ടു അദാലത്ത്. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടുകളിൽ സാധാരണമായിട്ട് സംഭവിക്കുന്ന പോലെ ഒരു ജഡ്ജ്മെന്റ് പോലെ അല്ല സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വെറുതെ കോംപ്രമൈസ് ആണ്, അതായത് ആമിക്കബിളി കോംപ്രമൈസ് ആണ് സംഭവിക്കുന്നത്. ഈ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോക് അദാലത്ത് ഒരു അവാർഡായിട്ട് ഇത് പ്രഖ്യാപിക്കും. അവാർഡ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ, അവാർഡായിട്ട് ഇത് പ്രഖ്യാപിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ ബൈൻഡിങ് ആണ് ഓൺ ഓൾ പാർട്ടീസ്. അതായത് ഇനി പിന്നീട് ഇത് അദാലത്തിലേക്ക് നമുക്കിത് അപ്പീൽ ചെയ്യാൻ പറ്റില്ല. ഇത് ബൈൻഡിങ് ആണ്. ഓൾസോ ഈ ഡിസിഷൻ ഹാസ് ദ ഡിഗ്രി ഓഫ് എ സിവിൽ കോർട്ട്, അതായത് ഒരു സിവിൽ കോർട്ടിന്റെ പവർ, ഒരു ഡിസിഷന്റെ ഒരു പവറും ഇതിനുണ്ട്. ഓക്കെ, സോ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇത് അപ്പീൽ ചെയ്യാനുള്ള ഒരു പവർ ഇല്ല. ബട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൽ ഒരു പാർട്ടിക്ക് ഫീൽ ചെയ്യാണ്, രണ്ട് പാർട്ടീസിൽ ഒരു പാർട്ടിക്ക് ഫീൽ ചെയ്യാണ് ഈ ഡിസിഷൻ അൺഫെയർ ആണ്, അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോർട്ടിലേക്ക് ചെന്ന്, നമ്മുടെ നോർമൽ കോർട്ടിൽ ചെന്ന് അവിടെ അപ്പീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു കോമ്പസിഷൻ നോക്കുവാണെങ്കിൽ സോ ബേസിക്കലി ഈ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ മെമ്പേഴ്സ് ഓഫ് ദ ലോക് അദാലത്സ് ആണ്. അവര് ഇപ്പൊ ഒരു ജഡ്ജസോ നമ്മുടെ സാധാരണ കോർട്സിൽ കാണുന്ന അവരുടെ ആ പവർ ഒന്നുമില്ല. സാധാരണമായ മെമ്പേഴ്സ് എന്നാണ് അവരെ പറയുന്നത്. ഓൾസോ ദേ ഹാവ് ദ ഓൺലി ദ റോൾ ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോൺസുലേറ്റേഴ്സ്, അതായത് ഒരു ജുഡീഷ്യൽ പവർ ലൈക്ക് എ മെൻഷൻ അവർക്കില്ല. ഇനി നമ്മളിപ്പോ നേച്ചർ ഓഫ് കേസസ് നോക്കുവാണ്, എന്ത് തരം കേസസ് ആണ് ഈ ലോക് അദാലത്തിലേക്ക് റെഫർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇറ്റ് ക്യാൻ ബി എനി കേസ് പെൻഡിങ് ബിഫോർ എനി കോർട്ട്. ഒരു കോർട്ടിന്റെ മുന്നിൽ പെൻഡ് ചെയ്യുന്ന ഏത് പ്രീ ലിറ്റിഗേഷൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ആവാം. അതുപോലെ തന്നെ ഇനി കോർട്ടിൽ വരാൻ സാധ്യതയുള്ള ഒരു കേസ്, ലൈക്ലി ടു ബി ഫൈൽഡ് ഇൻ ദ കോർട്ട്, അതും വേണമെങ്കിൽ അദാലത്തിലേക്ക് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾസോ നമുക്കിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എനി മാറ്റർ റിലേറ്റിംഗ് ടു ആൻ ഒഫൻസ് നോട്ട് കമ്പൗണ്ടബിൾ അണ്ടർ ദ ലോ. നോട്ട് കമ്പൗണ്ടബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രിമിനൽ കേസ്, ഈവൻ ക്രിമിനൽ കേസസ് നമുക്ക് അദാലത്തിലേക്ക് റെഫർ ചെയ്യാം. ബട്ട് ചില ക്രിമിനൽ കേസുകൾക്ക് ഇപ്പോൾ ചില കേസുകൾക്ക് ഒരു പരിഹാരമില്ല. ഫോർ എക്സാമ്പിൾ ഒരു കൊലപാതകം, ഒരു മർഡർ, അതിനൊരു പരിഹാരമില്ല, അതിനൊരു കോംപ്രമൈസ് ഇല്ല. അപ്പൊ ആ തരം കേസുകൾ ഒരിക്കലും നമുക്ക് അദാലത്തിൽ സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക് നമുക്ക് പേജ് നമ്പർ 12 ഓഫ് ദി ഹിന്ദു ആണ്. സെന്റർ ലൈക്ലി ടു മൂവ് ILO അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട്. സോ ബേസിക്കലി ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒരു എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് ഇറക്കിയായിരുന്നു. ആ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ കുറച്ച് അതായത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് ഇന്ത്യ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിത് ഈ ന്യൂസ് കാണുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കുറിച്ചാണ്. സോ ബേസിക്കലി ഒരു യുണൈറ്റഡ് നേഷൻസ് ഏജൻസിയാണ്.
ലോകത്തെയുള്ള എല്ലാ ലേബറേഴ്സിനും വേണ്ടിയുള്ള സോഷ്യൽ എക്കണോമിക് ജസ്റ്റിസ് അത് സെറ്റ് ചെയ്യാൻ അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സിന് അവർക്ക് അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്തേക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും 1919 അണ്ടർ ദ ലീഗ് ഓഫ് നേഷൻസ് ആണ്. ലീഗ് ഓഫ് നേഷൻസ്, സോ ബേസിക്കലി ട്രീറ്റി ഓഫ് വെർസൈൽസ് അതിന്റെയൊക്കെ ഒറിജിനിലാണ് ഇത് കണ്ടെത്തിയേക്കുന്നത്. So it is the first and oldest specialized agency of the United Nations. നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം. Also it is the only tripartite UN agency. Tripartite എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എംപ്ലോയേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ഗവൺമെന്റ്, ഇവർ മൂന്നും കൂടെ ചേർന്നതാണ് ട്രൈപാർട്ടൈറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ ഓൺലി ട്രൈപാർട്ടൈറ്റ് UN ഏജൻസി. നിങ്ങളത് അറിഞ്ഞിരിക്കുക. പിന്നെ നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓൾസോ 187 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡിലാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, പിന്നെ അതിന്റെ ഒരു കോമ്പസിഷനും കൂടെ നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു കോമ്പസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇവർക്കൊരു ഇന്റർനാഷണൽ ലേബർ കോൺഫറൻസ് ഉണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ സ്റ്റാൻഡേർഡ്സും ബ്രോഡ് പോളിസീസും ILOന്റെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ്. ഇത് ആനുവലി ജനീവയിൽ മീറ്റ് ചെയ്യും. അതുപോലെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇന്റർനാഷണൽ പാർലമെന്റ് ഓഫ് ലേബർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഇന്റർനാഷണൽ പാർലമെന്റ് ഓഫ് ലേബർ. പിന്നെ അവർക്ക് ഒരു ഗവേണിംഗ് ബോഡിയും കൂടി ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗവേണിംഗ് ബോഡി, ഈ ഗവേണിംഗ് ബോഡി ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്നു. 3 times per year ജനീവയിൽ അവർ മീറ്റ് ചെയ്യുന്നു. ഇനി ഇന്ത്യയും ILOയും തമ്മിലുള്ള ഒരു ബന്ധം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം, ഇന്ത്യ ഇസ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് ദ ILO. ILOന്റെ ഫൗണ്ടിങ് മെമ്പർ ആണ്. ILOയുടെ ഗവേണിംഗ് ബോഡിയിൽ നമ്മളൊരു പെർമനന്റ് മെമ്പർ സിൻസ് 1922 ആണ്. ഓക്കെ, പിന്നെ ILOയുടെ കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കൺവെൻഷൻസിൽ ഇന്ത്യ has ratified 6 out of 8. India has ratified 6 out of 8 ILO conventions. അത് നിങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങൾ റാറ്റിഫൈ ചെയ്യാത്തതാണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർക്കൊരു ചോദ്യം ചോദിക്കാം, ഹാസ് ഇന്ത്യ റാറ്റിഫൈഡ് ഓൾ ദ കൺവെൻഷൻസ്? സോ ഇല്ല, അതിൽ 6 out of 8 മാത്രമാണ് നമ്മൾ റാറ്റിഫൈ ചെയ്തിട്ടുള്ളൂ. നമുക്കിവിടെ കാണാം, ഇത് റാറ്റിഫൈ ചെയ്തേക്കുന്നത് ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അബോളിഷൻ ഓഫ് ഫോഴ്സ്ഡ് ലേബർ കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഈക്വൽ റെമ്യൂണറേഷൻ കൺവെൻഷൻ, ഡിസ്ക്രിമിനേഷൻ എംപ്ലോയ്മെന്റ് ഒക്യുപ്പേഷൻ കൺവെൻഷൻ, മിനിമം ഏജ് കൺവെൻഷൻ, വേഴ്സ്റ്റ് ഫോംസ് ഓഫ് ചൈൽഡ് ലേബർ കൺവെൻഷൻ. ഇത് 6 റാറ്റിഫൈ ചെയ്തേക്കുന്നത്. റാറ്റിഫൈ ചെയ്യാത്ത കൺവെൻഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. സോ ബേസിക്കലി വരുന്നത് റൈറ്റ് ടു ഓർഗനൈസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് കൺവെൻഷനും ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ റൈറ്റ് ടു ഓർഗനൈസ് കൺവെൻഷനും ആണ് റാറ്റിഫൈ ചെയ്യാത്ത കൺവെൻഷൻസ്. ഓക്കെ, ഇത്രയുമാണ് ILOനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത് വരുന്ന ടോപ്പിക് നിങ്ങൾക്ക് കാണാം, പേജ് നമ്പർ 12 ഓഫ് ദി ഹിന്ദു. പ്രൊജക്ട് ടൈഗർ വിൽ ഡിസ്പ്ലേസ് 5.5 lakh ട്രൈബൽസ്. സോ ബേസിക്കലി നമുക്കറിയാം പ്രൊജക്ട് ടൈഗർ എന്താന്ന്. സോ ഇതിന്റെ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 5.5 lakh ട്രൈബൽസിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലുള്ള ന്യൂസ് ആണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രൊജക്ട് ടൈഗറിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി പ്രൊജക്ട് ടൈഗർ നമുക്കറിയാം 1973 മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ലോഞ്ച് ചെയ്തൊരു മിഷനാണിത്. ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം, ഒരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് NTCA ആണ്, അതായത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു എയിം ഒക്കെ നോക്കുവാണെങ്കിൽ ബേസിക്കലി നമ്മുടെ രാജ്യത്തുള്ള ബംഗാൾ ടൈഗർ, അത് എൻഡേഞ്ചേർഡ് പോപ്പുലേഷൻ ആണ്. സോ അതിന്റെ ഒരു വയബിൾ പോപ്പുലേഷൻ, അതിന്റെ ഒരു ബേസിക്കലി ഒരു ഡീസെന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ പ്രിസർവ് ചെയ്യുക അക്കോർഡിംഗ് ടു ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ്സ്. ഇതാണ് ഇതിന്റെ ഒരു എയിം ആയിട്ട് വരുന്നത്. ഓൾസോ അനദർ എയിം ഇസ് പ്രൊട്ടക്ടിങ് ഇറ്റ് ഫ്രം എക്സ്റ്റിങ്ഷൻ, അതായത് വംശനാശം സംഭവിക്കാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഓൾസോ നമ്മുടെ രാജ്യത്ത് പല റീജൻസ് ഉണ്ടാവും, എക്കോസിസ്റ്റംസ് ഉണ്ടാവും, അതായത് ഈ ടൈഗറിന്റെ നാച്ചുറൽ ഹെറിറ്റേജ് പ്രിസർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്ത് പലയിടത്ത് കുറെ ടൈഗേഴ്സ് ഉണ്ടാവും. അതിന്റെ ഒരു അവരെ അങ്ങനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിന്റെ ഒരു ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു എയിം ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേറെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫസ്റ്റ് ലോഞ്ച് അറ്റ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇത്രയുമാണ് നമ്മൾ
പ്രൊജക്ട് ടൈഗറിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചത്. നമുക്ക് അടുത്ത് വരുന്ന ന്യൂസ് പേജ് നമ്പർ 13 ഓഫ് ദ ഹിന്ദു. അവിടെ ഇന്ത്യ സ്റ്റാൻഡ്സ് അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് ഡിജിറ്റൽ റെവല്യൂഷൻ, RBIയുടെ റിപ്പോർട്ടാണ്. സോ ബേസിക്കലി നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ആനുവൽ പബ്ലിക്കേഷൻ ഓഫ് RBI ആണ്. സോ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് RBIയുടെ ഒരു ആനുവൽ പബ്ലിക്കേഷൻ ആണ്, നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നിന്ന് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. സോ ഈ റിപ്പോർട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ദി ആസ്പെക്ട്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി ആൻഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു തീമായിട്ട് വരുന്നത്. ഇതിന്റെ കറണ്ട് ഈ വർഷത്തെ തീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യസ് ഡിജിറ്റൽ റെവല്യൂഷൻ. സോ ആരാണ് ഇത് റിലീസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്, വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ അതിന്റെ തീമും ഇതൊരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് മാത്രം ഇത് പഠിക്കുക. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരുന്ന ടോപ്പിക്കാണ് പ്ലേസസ് ഇൻ ന്യൂസ്. അത് വെനസ്വേലയാണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണാം വെനസ്വേലയുടെ പിക്ചർ. സോ ഇതാണ് വെനസ്വേല. ഞാനിവിടെ ഗ്രീൻ ഹൈലൈറ്റർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് വെനസ്വേല. സോ വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? റീസെന്റ് ഈ ന്യൂസ് നമ്മൾ കണ്ടതാണ്. അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് കഴിഞ്ഞു. അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളസ് മദുറോ ഒന്നുകൂടി റീഇലക്റ്റഡ് ആയി. സോ ആ ഇലക്ഷൻസിൽ എന്തൊക്കെയോ പോരായ്മകൾ, അതുപോലെ തന്നെ ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസും അതുപോലെ തന്നെ അതായത് USA ബേസിക്കലി വെനസ്വേലയായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാത്ത ഒരു രാജ്യമാണ്. സോ മിക്ക വെസ്റ്റേൺ കൺട്രീസും. സോ അവര് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അതാണ് ഇപ്പൊ ന്യൂസിൽ വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ നോർത്തേൺ കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ കോസ്റ്റിലാണ് വെനസ്വേല ലൊക്കേറ്റഡ്. ഇതിന്റെ ക്യാപിറ്റൽ കാരാക്കസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണും പിക്ചറിൽ നോക്കാം, കാരാക്കസ്. ഇത് ആൻഡസ് മൗണ്ടൻസ് ആണ് ഇതിന്റെ വെസ്റ്റിൽ വരുന്നത്. നമുക്ക് ഇതും പിക്ചറിൽ കാണാം. ആൻഡസ് മൗണ്ടൻസ് ആണ് ഇതിന്റെ വെസ്റ്റിൽ വരുന്നത്. ലാനോസ് എന്ന് പറഞ്ഞ പ്ലെയിൻസും ഉണ്ട്. ലാനോസ് എന്ന് പറഞ്ഞ പ്ലെയിൻസ് ഇതിന്റെ സെൻട്രൽ റീജിയനിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സദേൺ ഭാഗത്തിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പൊ ബ്രസീലിലൂടെ കിടക്കുവാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇവിടെ വരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഫാക്ച്വലി നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രൂവൻ ഓയിൽ റിസർവ്. ബിഗ്ഗസ്റ്റ് പ്രൂവൻ ഓയിൽ റിസർവ് എന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ബേസിക്കലി നമുക്കറിയാം സൗദി അറേബ്യനേക്കാളും കൂടുതൽ ഓയിൽ റിസർവ്സ് ഉള്ളത് വെനസ്വേലയ്ക്കാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രിലിംസിന് ഇതുപോലത്തെ രീതിയിലൊരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമുക്കറിയേണ്ടത് പിക്കോ ബൊലിവാർ എന്ന് പറഞ്ഞ ഒരു ഹയസ്റ്റ് മൗണ്ടൻ വെനസ്വേല ഉണ്ട്. അത് ആൻഡസ് ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. ഞാനൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യാം, പിക്കോ ബൊലിവാർ. ഓക്കെ, സോ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരുന്നത് ലേക്ക് മരാക്കബോ എന്നാണ് വെനസ്വേലയുടെ ലാർജസ്റ്റ് ലേക്ക് മരാക്കബോ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് ഈ പിക്ചറിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലേക്ക് മരാക്കബോ. ഓക്കെ, ഫൈൻ. പിന്നെ ഓൾസോ വേറൊരു ഫാക്റ്റും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ ഫോർ ഇറ്റ്സ് കണക്ഷൻ കാറ്ററ്റുംബോ ലൈറ്റ്നിങ്. ഈ കാറ്ററ്റുംബോ ലൈറ്റ്നിങ് ആണ് അവിടെ മിക്കപ്പോഴും തണ്ടർ സ്റ്റോംസ് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. പിന്നെ ഇതിന്റെ ബോർഡറിംഗ് റീജിയങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ ബേസിക്കലി നിങ്ങൾക്ക് നോർത്തിൽ കരേബിയൻ സീ ആണ്, സൗത്തിൽ ബ്രസീലാണ്, ലൈക്ക് ഐ മെൻഷൻ ഏർലിയർ. ഈസ്റ്റിൽ പറയുന്നത് ഗയാനയാണ്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഗയാനയാണ്. പിന്നെ വരുന്നത് വെസ്റ്റിൽ കൊളംബിയാണ്. നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ദീസ് ആർ ദ ജോഗ്രഫിക്കലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് വെനസ്വേലയിൽ നിന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ അനാലിസിസിൽ വരുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് നോട്ട്സ് ഉണ്ടാക്കുക, റിവൈസ് ചെയ്യുക. താങ്ക് യു.